എന്തായാലും ചിക്കൻ അച്ചാർ അയച്ചിട്ടുണ്ടാവും. പക്ഷെ ചിക്കനും ഡേറ്റ്സും വെച്ചിട്ട് ഒരു അച്ചാർ അയച്ചിട്ടുണ്ടാവും. ഇനിയിപ്പൊ തിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പറയും തിന്നിന്. അതിന് മുന്നേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആക്കേണ്ടത്. ആദ്യം നമുക്ക് നമ്മളെ കട്ടിംഗ് ബോർഡിൽ ഒന്ന് പൊടി തട്ടിയെടുക്കാം. കുറെ നാളായി സംഭവം പുറത്തെടുത്തിട്ടേ. ഇനി നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണം. ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ അത്യുത്തമം. ഇനി ആയുധങ്ങൾ വെച്ചിട്ടുള്ള കളിയാന്ന് ശ്രദ്ധിക്കണം. ഒരു തലനാടിയിലൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെയല്ലേ പറയാ? എന്തെങ്കിലും ആവട്ടെ. ആദ്യം നമുക്ക് നമ്മളെ ചിക്കൻ കട്ട് ചെയ്യാം. ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, പറങ്കിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്തിനെന്നല്ലേ? ഒന്ന് പൊരിച്ചെടുക്കണമെന്ന്. സംഭവം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചു വെച്ച ചിക്കൻ കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പറക്കി പറക്കി തിന്നുകൂടാ സത്യമായിട്ടും. ഇനി അതേ എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ചേരം ഒന്ന് ഇളക്കിയതിന് ശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, പറങ്കിപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. ശ്രദ്ധിക്കണേ, പൊടി കരിഞ്ഞു ഓവർ കേട്ടാ. ഇനി എന്താക്കണ്ടറിയാ? നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി അവസാനം ലേശം കായപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ടോ, സംഭവം വേറെ ലെവലാവും. ഇനി തീ ഓഫ് ചെയ്ത് അതേ ചൂടിൽ അങ്ങനെ അങ്ങ് തണിയാൻ വെക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് എടുത്താൽ സംഭവം ഇതുപോലെ കിട്ടും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, സംഭവം ഒരു രക്ഷയില്ല. ഇനിയിപ്പോ ഇത് എന്തിന്റെ കൂടെ തിന്നണം എന്നെല്ലാം നിങ്ങളെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം. പക്ഷെ എന്തിന്റെ കൂടെയും പോകുന്നില്ലതാണ് എന്റെ ഒരു അനുമാനം. എന്നാലും എല്ലാരും എന്നെ പോലെ ആവണമെന്നും ഇല്ലല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.